ഹായ്, എല്ലാവർക്കും ലൈഫ് ടൈം ജെംസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കോഴി പാർട്സ് പൊരിച്ചത് എങ്ങനെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കോഴി പാർട്സ് ഇന്നിപ്പോൾ കണ്ടിട്ട് ചിക്കൻ വാങ്ങാൻ പോയപ്പോൾ കണ്ടപ്പോൾ വാങ്ങിയതാണ്. അതിൽ ലിവറും ആ ഉറപ്പുള്ള സാധനമാണ് ഉള്ളത്, വേറെ ഒന്നുമില്ല. അതൊന്ന് പൊരിച്ചെടുക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഒരു 3 ടീസ്പൂൺ മുളക് പൊടി ഇടാം കേട്ടോ. പിന്നെ ഉപ്പ്, പാകത്തിന് ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി ഇപ്പോൾ ചേർത്ത് കൊടുക്കാം നമുക്ക്. പിന്നെ കുറച്ചും കൂടി നമുക്ക് ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് നമുക്ക് കൈ കൊണ്ട് മിക്സ് ചെയ്ത് വെക്കാം. കാരണം ഇതിലേക്ക് എരിവൊക്കെ പിടിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും, അതാണ് അധികം എരിവ് ഇട്ടത് കേട്ടോ. കുട്ടികൾക്ക് ചിക്കൻ വാങ്ങിയിട്ടുണ്ട്, അപ്പോൾ അതവർക്ക് പൊരിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഒന്ന് ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചിക്കൻ മസാലയും കുരുമുളക് പൊടി കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുക, കാരണം എരിവ് കുറവാണ്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒന്നും കൂടി ഇതിനെ മിക്സാക്കി കൊടുക്കുക കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും നമ്മളെ ചാനൽ കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആ ബെൽ ബട്ടണും കൂടി അങ്ങോട്ട് അമർത്തട്ടോ. അപ്പോൾ നമ്മളിടുന്ന ചാനൽ ദിവസം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത് ഇവിടെ കുറച്ച് നേരം വെക്കാം നമുക്ക് കേട്ടോ. പിന്നെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ ചിക്കൻ പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതിലേക്ക് തന്നെ ഇത് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇത് കുറച്ച് നേരമായല്ലോ നമ്മൾ തേച്ച് വെച്ചിട്ട്. പിന്നെ നമുക്കിത് കുറേശ്ശെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ. വെളിച്ചെണ്ണയിൽ പൊരിച്ചാലാണ് നല്ല ടേസ്റ്റാണ്. അധികം വെളിച്ചെണ്ണ വേണ്ട, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ പിന്നെ ഇതിൽ നിന്ന് തന്നെ എണ്ണ വരുമല്ലോ ചിക്കൻ. അങ്ങനെ നമ്മൾ നന്നായിട്ട് ഇതിനെ പൊരിച്ചെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളെ ചിക്കൻ പാർട്സ് പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.